കോഴിക്കോട് പുതുപ്പാടിയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. പുതുപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ 4 പേർക്ക് സസ്പെൻഷൻ. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് താമരശ്ശേരി പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു. 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ 14-കാരനെ മർദ്ദിച്ച സംഭവത്തിലാണ് പുതുപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 4 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത്. ഇന്നലെ ഉച്ചയ്ക്കാണ് ഇവരുൾപ്പെടെ 15ഓളം പേർ ചേർന്ന് 9ാം ക്ലാസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ചത്. വിദ്യാർത്ഥിയുടെ തലയ്ക്കും കണ്ണിനും ഉൾപ്പെടെ പരിക്കേറ്റിരുന്നു. സംഭവം ഒതുക്കി തീർക്കാനാണ് അധ്യാപകർ ശ്രമിച്ചതെന്നും അക്രമത്തിൽ പരിക്കേറ്റ കുട്ടിക്ക് പ്രാഥമിക ചികിത്സ പോലും ലഭ്യമാക്കിയില്ലെന്നും അക്രമത്തിനിരയായ കുട്ടിയുടെ ബന്ധുക്കൾ ആരോപിച്ചു. ഞങ്ങളെ മോനെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ തച്ചത് ഒരു 1:15 സമയത്താണ്. ഞങ്ങൾ ഇവരറിയുന്ന 2:45 ആയപ്പോഴാണ് അവിടുന്ന് ടീച്ചേഴ്സ് പെങ്ങളെ ഫോണിലേക്ക് വിളിച്ചു പറഞ്ഞാണ്. ഇത് മറ്റേ UPSCക്ക് പഠിക്കുന്ന സ്കൂളൊന്നുമല്ലല്ലോ, ഹൈസ്കൂളല്ല അവിടെ ഉള്ളത്. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതിയായിരുന്നു. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അതായത് മുമ്പ് പറയുന്നത് 10-30 ആളുകൾ കൂടുതലുണ്ടോ നിലത്തിട്ട് ചവിട്ടിക്കാൻ ചെയ്യുന്നത്. ഫസ്റ്റത്തെ തല്ലോന് കണ്ണിന് കിട്ടി, കണ്ണ് കരിഞ്ഞ് പോയിക്കിന്. അതൊക്കെ കഴിഞ്ഞ് അടുത്ത ഹെഡ്മാഷ് നമ്മോട് പറഞ്ഞ ഡയലോഗാണ്, ഇത് കേസാക്കിയാൽ മോന് പാസ്പോർട്ട് കിട്ടൂലാന്ന്. ഇത് 15 വയസ്സായ മോനാണ്, 10ാം ക്ലാസ്സിലെത്തിയില്ല, 9ാം ക്ലാസ് പഠിക്കുന്ന മോനാണ്. പിന്നെ അതേപോലെ വേറൊരു സാറ് ചോദിക്കുകയാണല്ലോ, നിങ്ങൾക്ക് TC വേണോ കേസ് വേണോ എന്ന്. ഈ കുട്ടി അവിടെ നിന്ന് എന്തോ മരിച്ചു പോയെങ്കിൽ ഇതേ സാർമാർ തന്നെ പറയൂ ഞങ്ങളെ ശ്രദ്ധയിൽ പെട്ടിയില്ല എന്നത്. ഇങ്ങനെയുള്ളതിൽ നമ്മൾ മക്കളെ പറഞ്ഞാക്കുമ്പോൾ നമ്മൾ എന്ത് ധൈര്യത്തിൽ ഓരോ മക്കളെ സ്കൂളിൽ വിടുക. ഇത്രത്ത് ചവിട്ടിയിട്ട് ഇങ്ങനെ നിലത്തിട്ട് വലിക്കുകയും എന്തൊക്കെ ചെയ്തിരിക്കണ എന്തൊക്കെ സംഭവിച്ചിരിക്കുന്നു ഓൻ തന്നെ പറയുന്നില്ല. കാരണം വെച്ചാൽ ഓന് പറയുമ്പോൾ ഓൻ തന്നെ ഒരു ഇത്, കാരണം ഇത്രയും ഇതായിട്ട് കിട്ടിക്കുന്നുള്ളത്. സംഭവത്തിൽ താമരശ്ശേരി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കുറ്റാരോപിതരായ 4 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 4 മാസം മുൻപ് അടിവാരം പള്ളിയിൽ 14-കാരന്റെ കൂട്ടുകാരുമായി വാക്കുതർക്കം നടന്നിരുന്നു. ആ സംഭവത്തിൽ ഉണ്ടായിരുന്ന ഒരാളും ഇപ്പോഴത്തെ അക്രമി സംഘത്തിലുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.